അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 143. കൗസ്തുഭത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചപ്പാത്തിയും ചോറും മീൻകറിയും വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഗ്നിയുടെ അടുത്തായി ജ്വാല ഇരിക്കുന്നുണ്ട്. അവൾക്കപ്പുറത്ത് പൊന്നു, പൊന്നുവിന്റെ അപ്പുറത്ത് മീനു, അതിനും അപ്പുറത്ത് സൗബി. ഓപ്പോസിറ്റ് സൈഡിലായി ചിത്തുവും മോഹനും അപ്പു ഇരിക്കുന്നുണ്ട്. അപ്പു പൊന്നുവിന്റെ നേരെയാണ് ഇരിക്കുന്നത്. അഗ്നി പതിവ് പോലെ ജ്വാലയ്ക്ക് വാരിക്കൊടുക്കുകയും സ്വയം അവൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജ്വാലയും മീനുവും ഭക്ഷണം കഴിക്കുമ്പോഴും കലവില പറയുന്നുണ്ട്. എങ്കിലും പൊന്നു മാത്രം സൈലന്റ് ആയിരുന്നു. അഗ്നി ജ്വാലയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവന്റെ കണ്ണുകൾ ജ്വാലയ്ക്ക് അപ്പുറത്തായിരിക്കുന്ന പൊന്നുവിലേക്കും പാറി വീഴുന്നുണ്ട്. പക്ഷെ അഗ്നി നോക്കുമ്പോഴെല്ലാം പൊന്നുവിന്റെ കണ്ണുകൾ അപ്പൂലായിരിക്കും. അത് കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അഗ്നി അപ്പൂനെ നോക്കിയപ്പോ അപ്പൂന്റെ കണ്ണുകളും ഇടയ്ക്കിടയ്ക്ക് പൊന്നുവിനെ തേടി ചെല്ലുന്നുണ്ട്. അവളുടെ നോട്ടം കാണുമ്പോൾ അപ്പു അവളെ നോക്കി കുറുമ്പോടെ കണ്ണിറുക്കും. അത് കാണുമ്പോഴേക്കും പൊന്നു പിടച്ചിലോട് അവനീന്ന് മുഖം മാറ്റി കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കും. നേരം കുറേയായി ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട്. അഗ്നി ചുണ്ടിലൂറിയ ചിരിയോടെ അവരീന്ന് നോട്ടം മാറ്റാൻ ഒരുങ്ങവെയാണ് പൊന്നുവിനെ അപ്പുവിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സൗബി അവൻ കാണുന്നത്. അപ്പുവിനെയും പൊന്നുവിനെയും അവള് മാറി മാറി നോക്കുന്നുണ്ട്. അഗ്നിയുടെ കണ്ണുകൾ ചുരുങ്ങി. ഇവൾക്കിത് എന്തുപറ്റി? അവൻ അമ്പരന്നുപോയി. ദേവേട്ടാ താ. വായിലുള്ള ചോറ് കഴിഞ്ഞതും ജ്വാല അഗ്നിയെ തട്ടി വിളിച്ചു. ആ ഇന്നാടാ. അവൻ സൗബിയിൽ നിന്ന് നോട്ടം മാറ്റി വീണ്ടും ജ്വാലയ്ക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. അപ്പു ആണെങ്കിൽ പൊന്നുവിന്റെ പിടയുന്ന മിഴികൾ കണ്ട് ഉള്ളിൽ ഊറി ചിരിക്കുകയാണ്. നേരത്തെ താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് തന്നെ നോക്കാൻ ഇത്രയും വെപ്രാളമെന്ന് അപ്പുവിന് അറിയാമായിരുന്നു. എന്റെ മഹാദേവ, അവളെന്നെ വീണ്ടും വീണ്ടും കളിയാക്കിയപ്പോ അപ്പോഴുള്ള ആവേശത്തിന് പറഞ്ഞതാ അവളോട് അങ്ങനെയൊക്കെ. പക്ഷെ പെണ്ണതിൽ ഇങ്ങനെയൊക്കെ മാറുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നന്ദിയുണ്ട് ഗോഡയെ, നന്ദിയുണ്ട്. അവൻ മുകളിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. പെണ്ണിന്റെ ഇങ്ങനൊരു മുഖം കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. എന്തായിരുന്നു അവളുടെ ഒരു കളിയാക്കല്. ഞാൻ തിരിച്ചൊരു കൊട്ടു കൊടുത്തപ്പോ അവളുടെ വാടഞ്ഞു പോയി. അത് ഓർക്കവേ അപ്പൂന് ചിരി വന്നു. ചിരിച്ചുകൊണ്ട് കഴിച്ചതും അവൻ നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. തുടങ്ങി. ചിത്തു, ആ വെള്ളം ഇങ്ങോട്ട് എടുത്തേ, മോഹൻ ചിത്രയോട് പറഞ്ഞു. അവര് വേഗം ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് മോഹന് കൊടുത്തു. മോഹൻ അത് അപ്പൂന്റെ കയ്യിലേക്ക് കൊടുത്ത് അവന്റെ തലക്കിട്ട് 2 കൊട്ടു കൊടുത്തു. നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോടാ പണി? ഓരോന്നാലോചിച്ച് ഭക്ഷണം കഴിച്ചാ ഇങ്ങനെ ഇരിക്കും, അയാൾ അവന്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പു ചുമന്നിർത്തി വെള്ളം കുടിച്ച് അയാളെ തുറച്ചു നോക്കി. എന്താടാ, നീ കുറെ നേരമായല്ലോ ഈ പെണ്ണിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളാരും ഒന്നും കാണുന്നില്ല എന്നാണോ നീ കരുതിയേ? കുരുത്തക്കേട് വല്ലതും ആലോചിച്ചു കാണും. മോഹൻ അപ്പുവിനെ കളിയാക്കി. അപ്പുവും പൊന്നും അയാളെ മിഴിച്ചു നോക്കി. ശ്രദ്ധിച്ചു നോക്കിയപ്പോ മോഹന്റെ മാത്രമല്ല ചിത്തുവിന്റെ മുഖത്തും ഒരു ചിരിയുണ്ട്. ഈ അപ്പു അവരെ നോക്കി ഇളിച്ചു കൊടുത്തു. പൊന്നുവിന്റെ മുഖത്തും ഒരു ചമ്മൽ. പിന്നെ നോക്കാൻ പറ്റിയൊരു മുതല്. നിങ്ങൾക്കൊക്കെ ഇതെന്താ? ഞാൻ ഈ നാഗവല്ലി എന്തിനു നോക്കണം? അപ്പു പുച്ഛിച്ചു. പൊന്നു അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പേട്ടൻ എന്നെ നോക്കുന്നുണ്ടല്ലോ, ഞാനും കണ്ടതാ. അവൻ പറഞ്ഞത് ഇഷ്ടമാവാതെ പൊന്നു വാശിയോടെ പറഞ്ഞു. നീ എങ്ങനെ കണ്ടു? കഴിക്കുമ്പോ അതിൽ ശ്രദ്ധിക്ക്. അല്ലാതെ നീ എന്നെ വായി നോക്കിയിരുന്നാ ഞാനൊന്ന് തലയുയർത്തി നോക്കിയാൽ പോലും നിനക്ക് ഞാൻ നിന്നെ നോക്കുന്ന പോലെ തോന്നൂ. അപ്പവും വിട്ടുകൊടുത്തില്ല. പിന്നെ നിങ്ങളെ നോക്കിയിരിക്കലല്ലേ എന്റെ പണി. പൊന്നുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. നിങ്ങൾ നോക്കിയതാ, അവള് പറഞ്ഞു. പൊന്നു ഒന്ന് മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ? എന്തൊരു ശല്യം ഇത്. ആരുവേട്ടൊരു സമാധാനം കൊടുക്കൂ നീ. വന്നപ്പോ തൊട്ട് നീ ആളെ ശല്യം ചെയ്യുകയാണല്ലോ. പൊന്നു വല്ലാതെ അപ്പുവിനോട് ദേഷ്യം കാണിക്കുന്നത് കണ്ട് ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ദേഷ്യത്തോടെ ആണെങ്കിലും അപ്പു തന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് പൊന്നുവിനോടാണെന്ന തോന്നലിൽ നിന്നുണ്ടായ അസൂയയിൽ സൗബി പൊന്നുവിന് നേരെ ശബ്ദമുയർത്തി. എല്ലാവരുടെയും നോട്ടം സൗബിയിലേക്ക് നീണ്ടു. അതിന് നിനക്കെന്താ സൗബി? ഞാൻ അരവേട്ടനോടല്ലേ സംസാരിക്കുന്നേ? ആൾക്കതിൽ പ്രശ്നമുണ്ടെങ്കിൽ ആള് പറയട്ടെ, അല്ലാതെ നീ ഇതിൽ ഇടപെടണ്ട. മുഖത്തടിച്ചതുപോലെ പൊന്നു സൗബിക്ക് നേരെ ചീറി. സൗബിയുടെ മുഖം വിളറിപ്പോയി. ആ മുഖം കണ്ട് ചിത്തുവിന് സന്തോഷമായി. അഹങ്കാരി, വന്ന സമയം തൊട്ട് കേൾക്കുന്നതാ ഞാൻ ഇതിന്റെ നാക്ക്. അങ്ങനെ തന്നെ വേണം. ചിത്തു പതിയെ പിറുപിറുത്തു. അവർക്കടുത്തായിരിക്കുന്ന മോഹൻ അത് വ്യക്തമായി കേൾക്കുകയും ചെയ്തു. എടോ, താൻ പിള്ളേരെക്കാൾ കഷ്ടാണല്ലോ, അയാൾ കളിയോടെ പറഞ്ഞു. ചിത്തിര അയാളെ നോക്കി കണ്ണുരുട്ടി. അല്ലാതെ പിന്നെ. ദേ മോഹനേട്ടാ, ഈ പെണ്ണിനെ വേഗം പറഞ്ഞു വിടണോട്ടോ. എനിക്കിതിനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിത്തു തീർത്തു പറഞ്ഞുകൊണ്ട് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. മോഹൻ ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് വീണ്ടും സൗബിയെ നോക്കി. പൊന്നുവിനെ ദേഷ്യത്തോടെ നോക്കുകയാണ് സൗബി. ആരവേട്ടന് നീ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നത് ദേഷ്യം തന്നെയാ അല്ലേ ആരവേട്ട? സൗബി പൊന്നുവിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ ചോദിച്ചു. അവന്റെ അസ്വസ്ഥത കണ്ടുകൊണ്ടാണ് അവളുടെ ചോദ്യം. സൗബിയുടെ പറച്ചിൽ കേട്ട് അപ്പു അവളെ ഒന്ന് നോക്കി. എന്തേ, ഞാൻ പറഞ്ഞ സത്യല്ലേ? സൗബി ചോദിച്ചു. അപ്പു അവളെ നോക്കി ചിരിച്ചതേയുള്ളൂ. അങ്ങനെ ചിരിച്ചു ഒഴിവാക്കണ്ട അപ്പേട്ട. പറയ്, ഞാനിങ്ങനെ അപ്പേട്ടനോട് സംസാരിക്കുന്നത് അപ്പേട്ടന് ഇഷ്ടല്ലേ? ദേഷ്യമാണോ എന്നോട്? പൊന്നു ഇടർന്ന സ്വരത്തോടെ അവനോട് ചോദിച്ചു.
അവളുടെ ഇടർച്ച കേട്ട് അഗ്നിയും ജ്വാലയും മീനു ചിത്തു മോഹനും എല്ലാം പൊന്നൂനെ തന്നെ നോക്കി. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ഒരുപോലെ അപ്പുവിന്റെ മറുപടി അറിയണമായിരുന്നു. അപ്പു പൊന്നൂനെ തന്നെ നോക്കിയിരുന്നു. അവനെ തന്നെ നോക്കി അവന്റെ മറുപടി അറിയാനായി കാത്തിരിക്കുന്ന പൊന്നൂനെ കണ്ട് അപ്പുവിന്റെ ഹൃദയം ഒന്ന് തുടിച്ചു. അപ്പു, മോൾക്ക് മറുപടി കൊടുക്ക്. നിനക്കവള് നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറ. പിന്നീട് ഒരിക്കലും മോള് നിന്നോട് സംസാരിക്കില്ല, അതെന്റെ ഉറപ്പാ. അഗ്നിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നു. പൊന്നു അവനെ മിഴിച്ചു നോക്കി. ഞാൻ സംസാരിക്കില്ലെന്നോ? ഈ അഗ്നിയേട്ടനെ ഞാനിന്ന് ശരിയാക്കും. ഞാൻ സംസാരിക്കും. അവൾ അവനെ ഉറ്റുനോക്കി മനസ്സിൽ പറഞ്ഞു. അവളുടെ മനസ്സിലെന്താവുമെന്ന് അഗ്നിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മിയതേയുള്ളൂ. പൊന്നു തലയാട്ടി. അതെ, എന്നാ ഞാൻ പിന്നെ മിണ്ടൂല. പൊന്നും പറഞ്ഞു. സൗബിക്ക് സന്തോഷമായി. ആശ്വാസം, മാറണ ഒഴിഞ്ഞു പോട്ടെ. അവൾ മനസ്സിൽ കുടിലതയോടെ പറഞ്ഞു. അപ്പു പൊന്നൂനെ നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഞാനിതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. അതൊക്കെ അപ്പ പറഞ്ഞാൽ തീർന്നു. അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അപ്പു പൊന്നൂന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ അവന്റെ മറുപടിയിലൊന്ന് തിളങ്ങിയതുപോലെ അപ്പുവിന് തോന്നി. അപ്പുവിന്റെ സംസാരം കേട്ട് അഗ്നിയുടെ മറ്റുള്ളവരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ആരവേട്ടാ? സൗബി അവനെ ദേഷ്യത്തോടെ വിളിച്ചു. അവൻ അവളെ നോക്കി പുരികമുയർത്തി. അതെ കുട്ടി, ഈ വീട്ടിൽ ആരും ഇങ്ങനെ ശബ്ദം ഉയർത്താറില്ല കേട്ടോ. എനിക്കതൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ ഇനിയും സൗപർണിക ഇങ്ങനെ ശബ്ദം ഉയർത്തരുത്. സൗബിയുടെ സ്വഭാവം കണ്ട് സഹികെട്ട് ചിത്തു പ്രതികരിച്ചു. മോഹൻ പെട്ടെന്ന് തലതാഴ്ത്തിയിരുന്നു. അയാൾ ചിരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതാ എപ്പോഴായാലും ഇങ്ങനൊരു പൊട്ടിത്തെറി. അയാൾ ചിരിയോടോർത്തു. എല്ലാവർക്കും മുന്നിൽ അപമാനിതയായതുപോലെ സൗബി ചിത്തുവിനെ നോക്കി. അതാൻറ്റി ഞാൻ. അവൾ എന്തോ പറയാൻ ശ്രമിച്ചു. ജ്വാലയെ അഗ്നിയെ മുഖത്തോട് മുഖം നോക്കി. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കി. അതെ ദേവേട്ടാ, അച്ഛ പറയുന്നത് സത്യാണോ? അരവേട്ടന്റെ പൊന്നിനെ നോക്കുന്നുണ്ടായിരുന്നോ? ദേവേട്ടനെങ്ങനെ കണ്ടോ വല്ലതും? അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനോട് ആകാംക്ഷയോടെ ചോദിച്ചു. അഗ്നിയുടെ കണ്ണുകളിൽ കുറുമ്പ്. അപ്പു മാത്രല്ല, നിന്റെ പൊന്നും അവനെ നോക്കുന്നുണ്ട്. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുക. ആണോ ശരിക്കും? ജ്വാല കണ്ണുവിടർത്തി. ആടി പെണ്ണെ, അവര് മാത്രല്ല, അവരെ രണ്ടിനെയും തുറച്ചു നോക്കി മറ്റേ പെണ്ണ് ഇരിക്കുന്നുണ്ട്. അവന്റെ ശബ്ദം പെട്ടെന്ന് മാറി. ആര്? ജ്വാലയ്ക്ക് മനസ്സിലായില്ല. നീ നേരെ നോക്ക്, ആ തനിച്ചിരിക്കുന്ന സാധനത്തിന്. അഗ്നി ജ്വാലയ്ക്കടുത്തേക്ക് മുഖമടുപ്പിച്ച് പതിയെ പറഞ്ഞു. ജ്വാല തലയാട്ടിക്കൊണ്ട് ടേബിളിന്റെ ഒരു സൈഡിലിരുന്ന് തനിച്ച് ഭക്ഷണം കഴിക്കുന്ന സൗബിയെ നോക്കി. അപ്പോഴവളുടെ കണ്ണുകൾ അപ്പൂലും പൊന്നൂലും ആണ്. ജ്വാലയുടെ നോട്ടം കണ്ട് മീനു അങ്ങോട്ട് നോക്കി. ജ്വാലേട്ടത്തി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ആണെന്ന് തോന്നണൂലേ? മീനു ജ്വാലയോട് പറഞ്ഞു. അതേ മീനു. ജ്വാല അത് സമ്മതിച്ചുകൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. കണ്ടോ, അവളും കുറെ നേരമായി അപ്പൂനെയും പൊന്നൂനെയും നോക്കുന്നു. അഗ്നി പറഞ്ഞു. സൗബിക്ക് അരവേട്ടനോട് ഇഷ്ടാണെന്ന് തോന്നുന്നു ദേവേട്ടാ. ജ്വാല പറഞ്ഞു. അഗ്നി അവളെ നെറ്റിച്ചുളിച്ചു നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൻ ചോദിച്ചു. അത് അവൾ അന്ന് വന്നപ്പോഴും ആരവേട്ടനോടൊരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്ന പോലെ തോന്നി. ഇന്നും ആരവേട്ടനെ നോക്കിയാ അവൾ അമ്മയ്ക്കൊപ്പം സിറ്റ് ഔട്ടിൽ കാത്തിരുന്നേ. പിന്നെ ആരവേട്ടനെ മയക്കാൻ ഒരു ചായ എടുക്കാൻ പോക്കും. അതും കഴിഞ്ഞ് പൊന്നു ആരവേട്ടനെ അറിയാതെ കിസ് ചെയ്തില്ലേ? അപ്പോ സൗബിയുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ മാത്രല്ല, മീനു. ജ്വാല വലിയ കാര്യം പോലെ പറഞ്ഞു. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ? നീയപ്പോ അവളെ നോക്കി നടക്കുകയായിരുന്നോ? അല്ലാതെ ഇങ്ങനെ ഒരാളുടെ നോട്ടത്തിൽ നിന്നൊക്കെ ഇഷ്ടം കണ്ടുപിടിക്കാൻ നീ എങ്ങനെ പഠിച്ചു? കളിയോടെ ആണെങ്കിലും ഗൗരവത്തോടെ അവൻ ചോദിച്ചു. ജ്വാല അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അതൊക്കെ എനിക്കറിയാ. അവള് കൊഞ്ചി. അവന് ചിരി വന്നു. എങ്ങനെയെന്ന് പറ. അതോ, ഇഷ്ടാണിച്ചാ നമ്മൾ എപ്പോഴും ആളെ തന്നെ നോക്കും, ഇംപ്രസ് ചെയ്യാൻ നോക്കും, ചിരിക്കും, നോട്ടത്തിൽ പോലും ആ ഇഷ്ടം അറിയും. ജ്വാല പറഞ്ഞു. അഗ്നി പെട്ടെന്ന് ചോറുരുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ജ്വാല അത് കഴിച്ചുകൊണ്ട് തന്നെ ചുണ്ടു കൂർപ്പിച്ചു. എന്നിട്ട് എൻ്റെ കുഞ്ഞ് എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇംപ്രസ് ചെയ്ത് വീഴ്ത്താൻ നോക്കിയിട്ടുണ്ടോ? അഗ്നി ചോദിച്ചു. അവള് വേഗം വായിലുള്ളത് ചവച്ചിറക്കി അവനെ നോക്കി ചിരിച്ചു. ഇല്ല, പക്ഷെ നിങ്ങളെ സ്നേഹം കണ്ട് ഞാൻ വീണുപോയില്ലേ? അവള് കുറുമ്പോടെ പറഞ്ഞു. അഗ്നി അവളെ കള്ളച്ചിരിയോടെ നോക്കി. ആണോടി കുറുമ്പി? ആന്നേ, അത് വിട്. ഇപ്പോ ഈ കാര്യം പറ. സൗബി അരവേട്ടൻ ഇങ്ങനെ നോക്കണത് എനിക്ക് ഇഷ്ടാവണില്ല കേട്ടോ ദേവേട്ടാ. അവളുടെ കവിള് വീർത്തു. അഗ്നിക്ക് അത് കണ്ട് ഉള്ളിലൊരു കുസൃതി തോന്നി. ആ, അവള് നോക്കിക്കോട്ടെ കുഞ്ഞാ. സൗപർണികയ്ക്ക് അപ്പൂന് ഇഷ്ടാണെങ്കിൽ നമുക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കാം. അവൻ പറഞ്ഞതും ജ്വാല അവനെ തുറച്ചു നോക്കി കാലിൽ അമർത്തിപ്പിച്ചി. ആ! അവൻ ശബ്ദമുണ്ടാക്കി. എല്ലാവരുടെയും നോട്ടം അഗ്നിയിലേക്ക് പോയി. എന്താ ഏട്ടാ? അപ്പു ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, നിങ്ങളെല്ലാരും കഴിക്കേ. അവൻ പറഞ്ഞു. അപ്പു തലയാട്ടിക്കൊണ്ട് പൊന്നൂനെ ഒന്ന് നോക്കി വീണ്ടും കഴിക്കാൻ തുടങ്ങി. അഗ്നി ജ്വാലയെ തറപ്പിച്ചൊന്ന് നോക്കി. എന്തിനാടി നീ എന്നെ പിച്ചിയെ? അഗ്നി അവളോട് ഗൗരവത്തോടെ ചോദിച്ചു.
ആവശ്യമില്ലാത്ത പറഞ്ഞ ഞാൻ ഇനിയും പിച്ചു. ആരവേട്ടന് സൗബിക്ക് കൊടുക്കാൻ പോലും. പൊക്കോണം അവിടുന്ന്. ആരവേട്ടൻ്റെ പൊന്നൂനുള്ളതാ. അവള് മതി, സൗബി വേണ്ട. ഇനിയും ദേവേട്ടൻ അങ്ങനെ പറഞ്ഞാ ശരിയാക്കും ഞാൻ. ജ്വാല കലിപ്പിലാണ്. കുസൃതി ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി അഗ്നി. ഞാൻ വെറുതെ പറഞ്ഞതാടി പെണ്ണെ. അപ്പൂന് ചേരുന്നത് പൊന്നു തന്നെയാ. പക്ഷേ ആ സൗപർണികയുടെ നോട്ടം ശരിയല്ല. അഗ്നി ജ്വാലയോട് പറഞ്ഞുകൊണ്ട് സൗബിയെ ഒന്നുകൂടി നോക്കി. അപ്പൂനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴും അവള്. അപ്പു എപ്പോഴോ അവളുടെ നോട്ടം കണ്ടിരുന്നെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുകയാണവൻ. പക്ഷേ അവളുടെ ഈ നോട്ടം മീനുവിനും ജ്വാലയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതെ സൗബി, എന്തിനെന്റെ അരവേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നീ? അവളുടെ നോട്ടം കണ്ട് സഹിക്കാനാവാതെ ദേഷ്യത്തോടെ ജ്വാല ചോദിച്ചു. അഗ്നി തലയ്ക്ക് കൈകൊടുത്തുപോയി. എന്റെ മഹാദേവ, ഈ പെണ്ണിത് എന്തിനുള്ള പുറപ്പാടാ? അഗ്നിയുടെ മുഖം ദയനീയമായി. അപ്പൂന് ജ്വാലയെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ നന്ദിയോടെ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. അങ്ങനെ ചോദിക്കടി ഏട്ടത്തി. ആ പല്ലി കുറെ നേരായി എന്നെ ഇങ്ങനെ നോക്കി ചോര ഊറ്റുന്നു. അപ്പു പതിയെ പിറുപിറുത്തു. പിന്നെ ഊറ്റാനും മാത്രം ഉണ്ടല്ലോ നിനക്ക് ചോര. അപ്പുവിന്റെ അടുത്തിരുന്ന മോഹൻ അപ്പു പറഞ്ഞത് കേട്ട് അവനെ പുച്ഛിച്ചു. ഓ, തുടങ്ങി ഇങ്ങേര്. അവൻ പല്ലിരുമി. മോഹൻ അവനെ നോക്കി ചുണ്ടുകൊട്ടി. അതെന്താ, ഞാൻ നോക്കിയ നിന്റെ അരവേട്ടൻ ഉരുകി പോവോ? പൊന്നുവിനോടുള്ള ദേഷ്യം കൂടി ജ്വാലയോട് തീർക്കാനുള്ള ലക്ഷ്യത്തോടെ സൗബി ചോദിച്ചു. ജ്വാലയും മീനും പൊന്നും പരസ്പരം നോക്കി. ആ, നീ നോക്കിയ ചിലപ്പോ ഉരുകി പോവും. നിന്റെ അരവേട്ടനെ നോക്കണ്ട. ജ്വാല പതറാതെ പറഞ്ഞു. മീനും പൊന്നും അടക്കി ചിരിച്ചുപോയി. സൗബിയുടെ മുഖം ചുവന്നു. ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തെല്ലാമോ തോന്നുന്നു. അടുത്ത നിമിഷം കഴിച്ച പ്ലേറ്റ് അവിടെ തന്നെ ഇട്ട് ചേറ് വലിച്ചു നീക്കി അവൾ ദേഷ്യത്തോടെ ജ്വാലയൊന്ന് നോക്കി വാഷ് ബേസിന്റെ അടുത്തേക്ക് പാഞ്ഞു. ഇവള് വൈകാതെ വാങ്ങിക്കും കുഞ്ഞ. അവളുടെ പോക്ക് കണ്ട അഗ്നി ജ്വാലയോട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കൊടുക്കും. എന്നെ അറിഞ്ഞൂടാ അവൾക്ക്. ജ്വാല കനത്ത സ്വരത്തിൽ പറഞ്ഞു. ആഹാ, അങ്ങനെ ഒരാൾ അടിക്കാനുള്ള ധൈര്യമൊക്കെ എന്റെ പൂച്ചക്കുട്ടിക്ക് ഉണ്ടോ? അഗ്നിയിൽ കള്ളച്ചിരി. പിന്നെ നിക്കിപ്പോ ആരെയും പേടിയില്ല. ജ്വാല പറഞ്ഞു. ആരെയും പേടിയില്ലേ? സത്യായിട്ടും? അഗ്നി അവളോട് രഹസ്യം പോലെ ചോദിച്ച് അവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കി. ആ നോട്ടം കണ്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അത് മനസ്സിലായ പോലെ അഗ്നി അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. തുടരും.